എന്റെ പേര് ജിജീഷ് എന്നാണ്. ജിജീഷ് സുബ്രഹ്മണ്യൻ, കോഴിക്കോട് അത്തോളിയാണ്. ഈ ബിസിനസ് ഞാൻ ഏറ്റെടുക്കുന്നത് 2018 കാലങ്ങളിലാണ്, 17-18 കാലങ്ങളിലാണ്. അന്ന് മകന് ശ്വാസമുട്ടുണ്ടായിരുന്നു. ശ്വാസമുട്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. അത് രാത്രിയാകുമ്പോ ഇവൻ ഉറങ്ങൂല, പ്രശ്നങ്ങള്. അങ്ങനെ എന്റെ സുഹൃത്തായിട്ടുള്ള ആള് എനിക്ക് വന്നിട്ട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തി തന്നു. ഞാനിത് വാങ്ങാൻ വേണ്ടി കോഴിക്കോട് മലബാർ ഇന്ന ഹോട്ടലിന്റെ അടുത്ത് പോയിട്ടും ബെന്നിസാറിന്റെ അടുത്ത് നിന്ന് ഇത് വാങ്ങാൻ പോവുകയാണ്. അതിനൊക്കെ ഒരുപാട് കഥകൾ നമുക്ക് അങ്ങനെ നീട്ടി പറഞ്ഞോളല്ലോ. ഞാൻ ആ പ്രൊഡക്റ്റ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. എനിക്ക് മകന് കൊടുക്കാൻ പേടി, കാരണം ഞാൻ ഇന്ന് വരെ അത് കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുള്ളൂ. കൊടുക്കാൻ ഒരു പേടി. അതിലൊക്കെ ആ ബോട്ടിലോളം ഞാൻ തന്നെ അവിടെ കഴിച്ചു. അതിന് ശേഷമാണ് ഞാൻ എന്താ എനിക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് മകനെ ഞാൻ കൊടുക്കുന്നത്. കാരണം അന്ന് എനിക്ക് ആയുഷ് എന്താണെന്നോ അല്ലെങ്കിൽ ഇതിന്റെ ക്വാളിറ്റി എന്താണെന്നോ ഒന്നുമില്ല. എന്റെ സുഹൃത്താണ് എന്നോട് ഇത് പറയുന്നത്. അപ്പം എന്താ പറയാ, അതില് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു വിശ്വാസം ഉണ്ടാവുമോ? ഒരു വിശ്വാസക്കുറവുണ്ടാവും. പക്ഷെ ഞാൻ കഴിച്ചു, അവന് കൊടുക്കാൻ തുടങ്ങിയതിനകത്ത് ഒരാഴ്ച ഭയങ്കര റിസൾട്ട്. കാരണം രാത്രിയൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ ആദ്യ കാലങ്ങളിൽ രാത്രി മാത്രമേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പകല് കൊണ്ട് കളിയൊക്കെയാണ്, രാത്രി ആകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പം ഞാൻ എന്താക്കി, ഒരാഴ്ച ഇത് കൊടുത്തു കഴിഞ്ഞപ്പം പിന്നെ ഇതവിടെ പൊന്താൻ തുടങ്ങി. ഈ രാത്രി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് രാത്രിയും പകലും ഒക്കെ ഉള്ളങ്ങോട്ട് പൊന്തി. എനിക്ക് ഈ പ്രൊഡക്റ്റ് തന്ന ആളെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടാട്ടോ പോയത് സാധനം വാങ്ങാൻ. പക്ഷെ എനിക്കതൊന്നും ഓർമ്മയില്ല. ഞാൻ ഇയാളെ വിളിച്ച് കുറെ ചീത്ത പറഞ്ഞു. നല്ല ചീത്തയാ പറഞ്ഞു. എനിക്ക് തൊള്ളയിൽ തോന്നിയതൊക്കെ പറഞ്ഞു. കാരണം മോൻ ഇങ്ങനെ പ്രശ്നമായില്ല, പകലുള്ളത് രാത്രിയുള്ളത് പകലും വന്നു. അങ്ങനെ ഞാൻ കോഴിക്കോട് ചെലവൂർ ഒരു STK ഹോസ്പിറ്റൽ ഉണ്ട്, ആയുർവേദമാണ്. അവിടെ പോയിട്ട് ഞാൻ ഈ സാധനമൊക്കെ ആയിട്ടാണ് പോയത്. ഈ സാധനം പോയി ആക്കി അവിടെ കൊണ്ട് കാണിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെ മോനോടുള്ള സ്നേഹം കൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പൊ ഇത് ആയുർവേദ പ്രൊഡക്റ്റ് ആണ്. ആ ഡോക്ടറാണ് എനിക്ക് പറഞ്ഞത് എന്താണ് ആയുഷ്, ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം. അന്ന് ആ ഡോക്ടർ പറഞ്ഞൊരു ഒരു ഒരു കഥയെ കൂടി അദ്ദേഹം പറഞ്ഞു തന്നു. കാരണം നിങ്ങളുടെ വീട്ടില് ഭാര്യ മക്കളോ ആരായിക്കോട്ടെ തൂത്ത് അടിച്ചു വാരി വൃത്തിയാക്കുന്നുണ്ടാവും. അപ്പം ശരീരത്തിന്റെ അകത്തുള്ള എല്ലാ മാലിന്യങ്ങളും ചൂല് പോലെ ഈ കവചപ്രാശം എന്താക്കും. ഈ കവചപ്രാശം എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ആയുർവേദം എന്ന് പറഞ്ഞാൽ ഇത് അടിച്ചു തൂത്തി വൃത്തിയാക്കും. ആ സമയത്ത് എല്ലാ ആളുകളും ഉള്ളതാണ്. ആയുർവേദം കുടിക്കുമ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും അസുഖമോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതൊന്ന് അധികരിക്കും. അപ്പൊ നിങ്ങൾ പേടിക്കണ്ട, ഇത് മാറിക്കോളും, നിങ്ങൾ നിർത്താതിരിക്കുക. മൂപ്പരെന്താക്കി, അവിടുന്ന് ഒരു ലേഹ്യം കൂടെ തന്നു. ഞാനത് ഉപയോഗിച്ചിട്ടില്ല, കൊടുത്തിട്ടില്ല. ഇതെന്നെ പിന്നെ കൊടുത്തത്. ആ ഒരു കവചപ്രാശം കൃത്യമായിട്ട് 6 മാസം ഞാൻ കൊടുത്ത സമയത്ത് ഇപ്പം ഈ നിമിഷം വരെ എന്റെ മോന് എന്താ പറയാ 2018 കാലത്ത് കാര്യമാണ്. അപ്പൊ അത്രയും ആ ഒരു പ്രശ്നം വന്നിട്ടില്ല. അങ്ങനെ ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്ത് ശക്തമായിട്ട് റീറ്റെയിലൊക്കെ ചെയ്തു. ബിസിനസ്സിന് എല്ലാ ട്രെയിനിങ്ങിനും പങ്കെടുക്കും. അങ്ങനെ എന്താ പറയാ 2020 കാലഘട്ടം ആകുമ്പോഴേക്കും ഞാൻ STC റാങ്ക് എത്തി. 60 ലക്ഷത്തോളം BV ഒക്കെ മാച്ച് ചെയ്തു. നല്ല രീതിയിൽ പോകുന്ന കൊറോണ വന്ന സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ ID കട്ടായി. 2021 ഞാൻ രണ്ടാമതും ID അടിച്ചു, രണ്ടാമതും തുടങ്ങി. അത് നിങ്ങൾ ചിന്തിക്കണം. ആ ID കട്ടാക്കി. കൊറോണ ഒരു കാലഘട്ടം കഴിഞ്ഞു. രണ്ടാമത്തെ കൊറോണ വരുന്ന സമയത്താണ് ഞാൻ ഏറ്റെടുക്കുന്നത്. അപ്പൊ എന്റെ 2017 പോയി, 2018 പോയി, 2019 പോയി, 2020 പോയി. അതായത് 60 ലക്ഷം BV വരെ ആയിരുന്ന എന്റെ ID ഞാൻ ഒഴിവാക്കിയിട്ട് ഒന്നെന്ന് ഈ ബിസിനസ് തുടങ്ങി. കാരണം ഈ ബിസിനസ്സിന് എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, കാര്യങ്ങളുണ്ട്. അപ്പം 2021 ബിസിനസ് തുടങ്ങി. 2022 മാർച്ച് ആകുമ്പോഴേക്കും ഞാൻ STC എന്ന റാങ്കിലേക്ക് എത്തി. പിന്നീട് അങ്ങോട്ട് എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. വൈഫിന് സുഖമില്ലാത്തൊരു പ്രശ്നം വന്നു. സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. ബിസിനസ് തന്നെ ശരിക്കും പറഞ്ഞാൽ 3 വർഷത്തോളം, 1 വർഷം കൊണ്ട് ഞാൻ STC ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ വരുന്ന 3 വർഷം എന്റെ ജീവിതത്തിലേക്ക് പല പ്രശ്നങ്ങൾ ദൈവം തന്നു. കാരണം എന്താണ്, ഈ ബിസിനസ്സിൽ നമ്മൾ വിജയിക്കാനുള്ള ആളാണ്. സാമ്പത്തികമായിട്ടും നമ്മൾ ഭയങ്കര ഉന്നതിയിലേക്ക് എത്തും. അപ്പൊ ദൈവം നോക്കുന്നത് എന്താ വെച്ചാൽ എനിക്ക് കുറെ പോരായ്മകളുണ്ട്. കാരണം പണം എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഇയാൾക്ക് അറിഞ്ഞൂടാ.
എത്ര പണം കിട്ടിക്കഴിഞ്ഞാലും നമ്മളെന്താക്കും അത് എയിലാ പോണെന്ന് അറിയില്ല. അപ്പം പഠിച്ചോണ്ട് തോന്നി ഇയാൾക്ക് ഇതിങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല, ഇയാളെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും ഇതെന്താ എനിക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അല്ലെ, എന്റെ കൂടെ നിന്ന ആൾക്കാരൊക്കെ അടിച്ചു പിടിച്ച് കയറി പോകുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ട് ഗ്രോത്ത് ഉണ്ടാക്കുന്നില്ല? എനിക്ക് നിങ്ങളോടും പറയാനുള്ള കാര്യമാണ്. നമ്മളിൽ, അതായത് ഈ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാനൊരു സാധാരണ പിക്കപ്പ് ഡ്രൈവർ ആയിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. അതിന്റെ മുമ്പ് ഞാൻ മാർക്കറ്റിംഗ് മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട്, അല്ലാത്തതൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ എവിടെയാണോ ചുറ്റി പറ്റി നിൽക്കുന്നത് ആ ഒരു രീതിയിലേക്ക് നമ്മളെ സ്വഭാവം മാറും. നമ്മളെ ഒരുവിധ ചിന്തകളൊക്കെ അങ്ങനെ മാറിപ്പോകും. അതായത് ഞാനൊരു ഡ്രൈവിംഗ് ഫീൽഡിലാണ്. നാട്ടിലുള്ള എന്താ പറയാ ആഗ്രഹങ്ങൾ ഇല്ലാത്ത, ഇല്ലാത്ത തന്നെ പറയണം. വണ്ടിയിൽ വരുന്നുണ്ട്, പൈസ ഉണ്ടാക്കുന്നുണ്ട്, കുടുംബം പോറ്റുന്നുണ്ട്, വൈകുന്നേരം ആകുമ്പോൾ ഒരു രണ്ടെണ്ണം അടിക്കണം, സുഖമായിട്ട് കിടന്നുറങ്ങണം, ഈ ചിന്ത ഉള്ള ആൾക്കാരെ കൂടി നമ്മൾ നടക്കുന്നത്. സ്വന്തമായിട്ട് ആഗ്രഹങ്ങളില്ല. വിമാനം വാങ്ങണമെന്നോ, കാറ് വാങ്ങണമെന്നോ, ബൈക്ക് വാങ്ങണമെന്നോ, അതൊക്കെ വരുമ്പോ അവിടെ വരും. ആഗ്രഹങ്ങളൊന്നുമില്ല. ആ ആൾക്കാരെ കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തില്ല, ആഗ്രഹങ്ങളില്ല, ലക്ഷ്യങ്ങളില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താക്കി രാവിലെ പണിക്ക് ഇറങ്ങുക, വൈകുന്നേരം ആകുമ്പോൾ വരുമാനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടര അടിക്കുക. പറയുന്നോടൊന്നും വിചാരിക്കട്ടോ, സാധാരണ എല്ലാ കോമൺ മനുഷ്യന്മാരുടെ കാര്യമാണ്. സുഖമായിട്ട് കിടന്നുറങ്ങുക, രാവിലെ എണീക്കുക, രണ്ടാമത് പണിക്ക് പോവുക, വീട്ടിലെ ആവശ്യങ്ങളൊക്കെ നടത്തുക, ഇത് തന്നെയായിരുന്നു. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നപ്പം ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട്, അതായത് നമുക്ക് എല്ലാ ആളുകൾക്കും എന്തുണ്ട്, ഞാനൊരു സംഭവമാണ്, ഞാൻ എന്റെ മേഖലയിൽ ഞാനൊരു പുലിയാണ്. അതിപ്പം ഞാനൊരു ഡ്രൈവറാണ്, ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ്, അതുപോലെ തന്നെ എന്താ പറയുക ഡോക്ടർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, എഞ്ചിനീയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, നമുക്ക് റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറൊക്കെ ഈ ഒരു മേഖലയിൽ വന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ എന്തുണ്ട്, അവരുടേതായ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. ഒരു ചെറിയ ഈഗോയും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനൊരു സംഭവമാണ്, എനിക്ക് എന്തിനായി ട്രെയിനിങ് ഒക്കെ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് കൃത്യമായിട്ടും മുമ്പൊക്കെ എല്ലാ കാര്യം എടുത്തത് ജീവിതത്തിൽ നമ്മൾ എല്ലാ കാര്യം ചെയ്തതല്ലേ, ഇതിപ്പോ എന്തിപ്പോ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് നമ്മളോട് ചെയ്യാനുള്ളതല്ലോ. അങ്ങനെ കുറെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തെങ്കിലും ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മളെ പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം നമ്മളെ പഠിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പോസ്റ്റർ കണ്ടിട്ടുണ്ടാവും, ഒരാള് അയാളെ തല അയാളെ കയ്യിൽ വെച്ചിട്ട് നേരെ തലന്റെ സ്ഥാനത്ത് ബുക്ക് ചെയ്യും. അതായത് നമ്മൾ സ്വയം നമ്മളെ കുറവുകൾ എന്താണെന്നും നമ്മളെ കഴിവുകൾ എന്താണെന്നും കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മളെ കുറവുകൾ എന്താണെന്നും നമ്മളെ കഴിവുകൾ എന്താണെന്നും നമുക്ക് കണ്ടെത്താൻ നമുക്ക് പറ്റിയാൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, നമ്മളെ സ്വയം നമുക്ക് വിജയിപ്പിക്കാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് നമ്മളെ സ്നേഹിക്കാനും നമ്മളെ പഠിക്കാനും പറ്റും. നമുക്ക് എന്താണ് ഈ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള കഴിവുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റും. അതിന് നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ഞാൻ എന്താ പറയാ കള്ളി മുണ്ടും കാക്കി ഷർട്ട് ഇട്ടിട്ടാണ് എന്റെ നാട്ടിൽ നടക്കുന്നത്. ഞാൻ അവിടെ എന്തുണ്ട്, എനിക്ക് എന്റേതായ അവിടെയുള്ള നാട്ടിലുള്ള ലോ ക്ലാസ്സിന് വേണ്ട എല്ലാ ക്വാളിറ്റി എനിക്കുണ്ട്. അവിടുന്ന് ഞാൻ പെട്ടെന്ന് മാറണം. അപ്പൊ ഞാൻ ആദ്യം എന്ത് വേണം, ഇതിന്റെ ദുശീലങ്ങൾ ഫുള്ള് ഞാൻ ഒഴിവാക്കും. ഉള്ളത് ഓപ്പൺ ആയിട്ട് പറയാലോ, ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ 2 ദിവസം മുമ്പ് വരെ ഞാൻ ഒരു ഡ്രൈവർക്ക് വേണ്ട, അതായത് അത്യാവശ്യം കലാപരിപാടികളൊക്കെ എനിക്കുണ്ട്. പക്ഷെ ഈ ബിസിനസിന്റെ ഈ കുപ്പായം ഞാൻ ഏറ്റെടുത്തു. ഞാൻ ആ ഡ്രസ്സ് ഇട്ട് അതിന് പിറ്റേന്ന് മുതൽ ഞാൻ ആ ദുശീലങ്ങളൊക്കെ ഒറ്റയടിക്ക് കട്ട് ചെയ്താണ്. ഒറ്റയടിക്ക് ഇന്നലെ വരെ ഉണ്ടോ അത്, ഈ കുപ്പായം ഇട്ട സമയത്ത് ഞാൻ എന്തൊക്കെ അത് ഒഴിവാക്കി. അപ്പൊ പല ആൾക്കാരും ചോദിച്ചു, ഈ എന്ത് മനുഷ്യനാണോ, അനക്ക് എന്ത് സൂക്കേട് വരും, എന്റെ ശരീരത്തിന് അത് പറ്റൂല. ഞാൻ പറഞ്ഞു സാറേ, ഏറ്റവും വലിയ ലഹരി ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളതാണ്. അതിലും വലിയ വേറെ ലഹരി ഒന്നുമില്ല. അപ്പം അതെനിക്ക് എന്നെ പഠിച്ചത് കൊണ്ടാണ്. എനിക്ക് വേണം, എനിക്ക് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ, ഞാനത് ഒഴിവാക്കിയേ പറ്റുള്ളൂ. അവിടുന്ന് അത് ഒഴിവാക്കി കള്ളി കൊണ്ടെടുക്കുന്ന ഞാൻ പാന്റിലേക്ക് മാറി, ഷൂവിലേക്ക് മാറി, ഇൻസൈഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ആകെ തീരുമാനിച്ചൊരു കാര്യം, ഞാൻ ഈ ബിസിനസ്സിൽ വന്ന അന്ന് മുതൽ ഒറ്റ കാര്യം ഉണ്ടായിട്ടുള്ളൂ, കൃത്യമായിട്ടും ഈ ബിസിനസിന്റെ ട്രെയിനിങ് ഇന്നെ ഒരാളും വിളിച്ചിട്ട് നിർബന്ധിച്ചതല്ല. സാറേ എല്ലാ ആഴ്ചയിലും GTS പങ്കെടുക്കണം, സാറേ ഇതാ FSS വരുന്നുണ്ട്, സാർ എല്ലാ ആഴ്ചയിലും പങ്കെടുക്കണേ. സത്യം പറയാ, എന്നെ വിളിച്ചിട്ട് ഇന്ന് വരെ ഒരാൾ പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല.
ഞാൻ എനിക്ക് ഈ ബിസിനസ് പഠിക്കണം, എനിക്ക് വിജയിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് എല്ലാ എല്ലാ ട്രെയിനിങ്ങിനും നമ്മൾ എന്താക്കുകയാണ്, പങ്കെടുക്കുകയാണ്. കൃത്യമായിട്ട് നമ്മൾ എന്താക്കുന്ന എല്ലാ ട്രെയിനിങ്ങിനും പങ്കെടുക്കാൻ പോയി. കാരണം എനിക്ക് മനസ്സിലായി, എനിക്ക് മാറണമെങ്കിൽ, എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ, എനിക്ക് ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പ്രോഗ്രാമുകൾ പങ്കെടുത്തേ കാര്യമുള്ളൂ. കാരണം ഞാൻ ഒരു ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ നാട്ടിൽ നിന്ന് കിട്ടിയില്ല. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഡ്രൈവിംഗ് ഒക്കെ അറിയാം, വണ്ടി ഓടിക്കും, പക്ഷെ എനിക്ക് ലൈസൻസ് കിട്ടുന്നില്ല. അതിന് എവിടെ പോകണോ? ഡ്രൈവിംഗ് സ്കൂളിൽ പോകണം. ഡ്രൈവിംഗ് സ്കൂളിൽ പോയപ്പോൾ മനസ്സിലായി ഞാൻ ചെയ്ത് അവിടുന്ന് ഉടുക്കറ്റാണ്. അവിടുന്ന് ഉടുക്കല്ല. എന്റെ ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിയിട്ട് എന്നോട് പറഞ്ഞത് അന്ന ദിവസം ടെസ്റ്റ് ഉണ്ട് തന്നെ, വണ്ടി ഓടിക്കാനുള്ള ടെസ്റ്റ് വേണം. ഞാൻ പറഞ്ഞു, അതൊന്നും വേണ്ട, വണ്ടി ഓടിക്കാൻ. എന്നോട് എടുക്കണം, എടുക്കണം, ടൂ വീലർ വേണം, കാറ് വേണം. ഞാൻ പറഞ്ഞ് വണ്ടി ഓടിക്കുന്നതിന് എടുക്കുന്നു, എടുക്കുന്നു. എന്നാ നമുക്ക് അതൊന്നും നോക്കണം എന്നാണ്. അപ്പൊ ഒരു പ്രാവശ്യം എന്നോട് നിങ്ങളെ മതി പറഞ്ഞപ്പോ ഞാനത് പോയി എടുത്തു. കാരണം ഡ്രൈവിംഗ് അറിയാം, അതുകൊണ്ട്. അവന്റെ പറഞ്ഞ ഒരു ദിവസം സിവിൽ സ്റ്റേഷനിൽ വരണം, അല്ല നമ്മളെ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ഗ്രൗണ്ടിൽ വരണം എന്നാണ്. ഞാൻ വെച്ചാൽ അതിനെന്താണ്, നിങ്ങൾ ലൈസൻസ് കൂടി തന്നാ പോരെ. അവിടെ പോയി ആ ടെസ്റ്റ് എഴുതി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഡയറക്ട് സെല്ലിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, പഠിക്കണം എന്നുണ്ടെങ്കിൽ, പഠിക്കേണ്ട ഒരാളടുത്ത് പോയിരിക്കണം, നേരെ പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ മനസ്സിലായതിനെ കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കൃത്യമായിട്ടും പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്ത് ഞാൻ പറഞ്ഞു, ഈ 2018 തുടങ്ങി ആ ഐഡിയ ഒഴിവാക്കി. ഞാൻ പറഞ്ഞു ഒരു കൊല്ലം കൊണ്ട് 2022 മാർച്ച് ആവുന്ന സമയത്ത് ഞാൻ STC ആയതാണ്. ഞാൻ ഈ മാർച്ച് മാസം ഞാൻ എന്ന് നോക്കുന്ന സമയത്ത് 3 വർഷമായി ഞാൻ STC ആയിട്ട്. ഞാൻ RTC കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ. പക്ഷെ അതിനുള്ളിൽ ഞാൻ പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരും. ഞാൻ ഷെറൂർ സംസാരിക്കുന്ന സമയത്തും നമുക്ക് വരുന്നൊരു കാര്യമുണ്ട്. നമ്മളെ വളർച്ചയിൽ നമുക്ക് ചിലപ്പം നമ്മൾ എന്താവും, ഒന്ന് സ്ലോ ആകാം, ഒന്ന് ഫാസ്റ്റ് ആവാം, എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ മറ്റുള്ള ആൾക്കാരെ നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ് എന്നല്ല എല്ലാം നിർത്തിപ്പോകും. ഞാൻ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷം കൊണ്ട് ഞാൻ STC ആയി എന്ന് പറയുമ്പോൾ, പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോഴും ഞാൻ എന്താക്കുന്നുണ്ട്, മുമ്പോട്ട് പോകുന്നുണ്ട്. എന്റെ വളർച്ചയിൽ തന്നെ എനിക്കറിയാം, അടുത്ത ഒരു വർഷം കൊണ്ട് ഞാൻ RTC ആവുകയും അതിന്റെ ഒരു 1-2 വർഷം കൊണ്ട് NTC ആക്കി പോകാനൊക്കെ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ 3 വർഷമായിട്ട് STC RTCയിൽ കയറാൻ പറ്റില്ല? ഞാൻ എന്റെ ഫോക്കസ് തെറ്റി എന്ന് തന്നെ പറയാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, വൈഫിന് കൊറോണ വാക്സിൻ അടിച്ച സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായി. ആ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ, അവൾ നിലവിൽ മെലിഞ്ഞ ഒരാളാണ്. ആ ഒരു വാക്സിൻ അടിച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ സമയം മുതൽ വൈഫിന് മൂക്കിന് ചെറിയൊരു പ്രശ്നം തുടങ്ങി. സ്മെല്ലില്ല, ടേസ്റ്റ് ഇല്ല, ഭയങ്കര തലവേദന, പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. അപ്പം ഇതെന്താന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മൾ നിസ്സാരമായിട്ട് തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, റെഡി ആയിക്കോളും. എന്നിട്ടും മാറുന്നില്ല. അങ്ങനെ നമ്മള് 95 കൊടുത്തു. 95 കൊടുത്ത സമയത്ത് ഒരു മാസത്തേക്ക് ഒരു പ്രശ്നമില്ല. നമ്മളെ സ്പൈറലിന് കൊടുത്തു. അപ്പൊ ഗുളിക കുടിക്കാൻ കുറച്ച് മടിയാണ്, അത് കുടിച്ചില്ല. അപ്പൊ ഞാൻ ആ ഒരു മാസം ഒരു മാറ്റം വരുന്നില്ല. അപ്പൊ ഞാൻ എന്താക്കി, സാധാരണ വീട്ടിലുണ്ടാകുന്നത് ഭാര്യയും ഭർത്താവും ചെറുകിനും തെറ്റി, ഞാൻ തന്ന സാധനം ഈ കുടിച്ചില്ലല്ലേ, ഇനി ഈ കാര്യം ചെയ്യണ്ട, ഇനി കുടിക്കണ്ട, പോയി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചോ എന്ന് പറഞ്ഞ് ഡോക്ടറെ അടുത്ത് കാണിക്കാൻ പോയി. ഡോക്ടറെ അടുത്ത് കാണിച്ച് വന്നപ്പം ഡോക്ടർ എന്താക്കി, മൂക്കിന് ബെൻഡാണ് എന്നൊക്കെ പറഞ്ഞ് ഓപ്പറേഷന് ഡേറ്റ് തരാന്ന് പറഞ്ഞു. ഡോക്ടർ തരാന്നാണ് പറഞ്ഞത്. അങ്ങനെ ഡോക്ടർ മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എന്തായാലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ ഒന്നുകൂടെ ലോകിയൊക്കെ ആയല്ലോ, പറഞ്ഞേക്കാൻ നമ്മൾ മറക്കുമല്ലോ, അവളെന്ത് ഞാൻ തരൂല എന്നൊക്കെ പറഞ്ഞു ഞാൻ. പക്ഷെ അതൊക്കെ മറന്നു. ഞാൻ എന്താക്കി, നമ്മുടെ ആന്റി അലർജി ബ്ലഡ് പ്യൂരിഫയറും കൂടെ കൊടുത്തു. ഇല്ല, പതിയെ കാലിന്റെ മുകളിൽ ഒരു ചുവപ്പ് പുള്ളിയൊക്കെ വരാൻ തുടങ്ങി. ആ പുള്ളി വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇത് വേറെ എന്തോ ആണല്ലോ. എന്റെ മനസ്സിലൊക്കെ ആദ്യം കൂടിയത് ഇത് ക്യാൻസറോ അങ്ങനെ എന്തോ ആണോ. അതിന്റെ ഞാൻ അപ്പൊ യൂട്യൂബിൽ അടിച്ചു നോക്കി അങ്ങനെയാ കാണുന്നത്, ഇതിന്റെ സിംറ്റംസ് അങ്ങനെയാ കാണുന്നത്. അപ്പൊ ഞാൻ എന്താക്കി, ഡോക്ടറെ കാണിക്കാനൊക്കെ പോയി. ഡോക്ടറെ അടുത്ത് ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു. വാതാണ്, ആമവാതാണ്, ചുടുവാതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറെ ആൾക്കാർ പലതും പറഞ്ഞു. അങ്ങനെ ഒരു മാസത്തോളം ടെസ്റ്റ് ഒക്കെ ആയിട്ട് പോയി. പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്താക്കി, ഓപ്പറേഷൻ സമയം തന്നു.
അപ്പൊ എന്താ ഈ മൂക്കിന്റെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 മാസം ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഓട്ടോമാറ്റിക് ഈ പൊന്തിയ സാധനങ്ങളൊക്കെ പോയി. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് എന്നിട്ടും എന്താ സ്ഥിതി, ഇത് മാറുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, മാറ്റി വെച്ച ആ ആന്റി അലർജിയും ബ്ലഡ് പ്യൂരിഫയറും ഒന്നും കൂടെ എടുത്ത് കുടിച്ചോന്നാണ്. സത്യം പറയാലോ, ഇത് കുടിച്ച് 12 ദിവസം കൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ പറഞ്ഞ കാര്യം തന്നെ പല ഹോസ്പിറ്റലിലും പല ലാബുകളിലും പോയിട്ട് ടെസ്റ്റ് ചെയ്തിടൂ, ടെസ്റ്റ് ചെയ്ത് തന്നെയാണ്. ഓരോ ദിവസവും വൈഫിന് ഓരോ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ഫുള്ള്, അതായത് അവളുടെ ശരീരത്തിൽ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് കഫത്തിൽ ബ്ലഡ് വന്നു. ആ കഫത്തിൽ ബ്ലഡ് വന്ന് അന്ന് ഞാൻ, നമുക്ക് പറയല്ലോ, ഞാൻ ഇപ്പം പഴനിയിലേക്ക് അന്ന് വണ്ടി കയറി. എനിക്ക് ടോട്ടലായിട്ട് നമ്മൾ എന്താക്കി ഒന്ന് പതറിപ്പോയി. സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഈ കഫത്തിൽ ബ്ലഡ് വരിക, അപ്പം അത് അങ്ങനെയാണ് ഇങ്ങനെയാന്ന് കാണിച്ചു. ഞാൻ പഴനി പോയി അന്ന് മുട്ടയടിച്ചത് ഞാൻ ഇന്നും അത് തുടരുകയാണ്. കഴിഞ്ഞ 2000 എന്താ പറയാ 23 മെയ് 7 എന്താണ്, അതായത് ഇവിടെ ബ്ലഡിൽ കഫം കാണുന്നു. അന്ന് മുതൽ ഞാൻ മുട്ടയാണ്. കാരണം ഒരു കൊല്ലമാവാൻ പോവാണ് ഈ ഒരു സ്റ്റൈല്. എന്നാൽ അവിടുന്ന് ഞാൻ പോയി. അപ്പൊ എനിക്ക് വിളി വരികയാണ് പിറ്റേന്ന്, വൈഫിന് തീരെ ക്ഷീണമാണ്. അപ്പൊ ഒരു എന്താ പറയുക ഓക്സിജൻ കയറ്റാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ ചെസ്റ്റ് ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്യും, മോനെ വിളിച്ച് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ രാവിലെ എത്തിക്കോളാം നന്ദി. രാവിലെ കാണിക്കുമ്പോൾ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ല. ഞാനും ഭാര്യയും ചേച്ചിയും കൂടെ മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ പോകുന്നു. ആ കാണിച്ച് ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ ഇവിടെ ഡോക്ടറെ അഡ്മിറ്റ് ആക്കണം എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ വൈഫും പറഞ്ഞ് വീട്ടിൽ മോളുള്ളതാണ്, ഞങ്ങൾക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞു. എന്നാ ഒരു ടെസ്റ്റ് ചെയ്യ്, എന്നിട്ട് നോക്കാന്നൊക്കെ പറഞ്ഞു. ഈ ടെസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ആള് മാറി. ആള് ഫുള്ള് മഞ്ഞ നിറം, അതായത് ഹീമോഗ്ലോബിൻ കുറഞ്ഞായി. ഡോക്ടർ കണ്ട സമയത്ത് പറഞ്ഞു നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നേരെ ഐസിയുലേക്ക് സൈഡാക്കി. 8 ദിവസം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ടെസ്റ്റുകളും. അന്നാണ് എന്താ പറയാ ട്രെയിനിങ്ങിൽ പല ആളുകളും പറയുന്ന ഒരു കാര്യം മനസ്സിലായത്, നമ്മളൊക്കെ ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ആളുകളാണ്, നമ്മളൊന്നും എടുത്ത് വെക്കൂല, സമ്പാദ്യശീലമില്ല. ആളുകള് രണ്ട് സമയത്താണ് പണത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഞാൻ ഒന്നും ഉണ്ടാക്കി വെച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് രണ്ട് ഭാഗത്തുനിന്നാണ്. ഒന്ന് ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ നിന്നും, ഒന്ന് മക്കളെ തലേന്ന് കല്യാണത്തിന്റെ തലേന്ന് പന്തലിൽ നിന്നാണ് ഇത് ചിന്തിക്കുക. ഞാൻ സത്യം പറയണ്ട, വീഡിയോസ് ഇത് പറയുമ്പോൾ എന്ത് ഇവര് പറയുന്നത്, പക്ഷെ എന്റെ ജീവിതത്തിൽ അനുഭവം വന്നു. ഞാൻ നോക്കുമ്പോൾ എന്റെ അടുത്ത് വെറും 10,000 രൂപ ഉണ്ടാകും, വേറെ ഒന്നുമില്ല. പക്ഷെ അവിടെ തരുന്ന ഓരോ ടെസ്റ്റിനും 20,000, 25,000, 30,000, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ നടത്തി 6 ദിവസം ആ ഒരു ലെവൽ കഴിഞ്ഞ സമയത്ത് അവർ പറഞ്ഞു അറിയിക്കാനുള്ള ആൾക്കാരെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. കാരണം ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്, ആ ആള് രക്ഷപ്പെടൂല. പക്ഷെ 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, രക്ഷപ്പെടാൻ വകുപ്പുണ്ട്. ഏത് കല്യാണ രാമനിൽ പറയുന്നില്ലേ, ആംബുലൻസ് വന്നിട്ട് നിക്കട്ടെ 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 പോലെ ചിലപ്പോ ഒരു ഓട്ടം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഡോക്ടർ പറഞ്ഞ് എന്താ അറിയില്ല, രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എടുക്കുന്ന മെഡിസിൻ ഒക്കെ സൈഡ് എഫക്റ്റ് ആയിരിക്കും. സൈഡ് എഫക്റ്റ് മാത്രമല്ല, ആദ്യം ഇമ്മ്യൂണിറ്റി കുറയ്ക്കണം. കാരണം ഇത്രയേ ഉള്ളൂ, വൈഫിന്റെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി വൈഫിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങി. ആദ്യം കണ്ണ്, അല്ല ആദ്യം മൂക്ക്, പിന്നെ കണ്ണ്, പിന്നെ ചെവി, അങ്ങനെ ഓരോ അവയവങ്ങൾ വരും. നമ്മളെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്. ആ പ്രൊഡക്റ്റ് നമ്മൾ സോറി 95 കൊടുത്തു, നമ്മുടെ ബ്ലഡ് പ്യൂരിഫയർ ആന്റി അലർജി കൊടുത്ത സമയത്ത് ഒരു 5-6 കൊല്ലം കഴിഞ്ഞാൽ വരാനുള്ള കാര്യങ്ങൾ എന്താക്കി മൂപ്പർ അങ്ങോട്ട് പൊന്തിച്ചു. മൂപ്പർ ഒറ്റ അടിക്കുന്നത് 12 ദിവസം കൊണ്ട് പൊന്തിച്ച് കാണിച്ചു തന്നു. ഡോക്ടർമാർ ചെക്ക് ചെയ്തു, ഡോക്ടർമാർക്ക് മനസ്സിലാവുന്നില്ല. അവർ കണ്ടെത്തി, ഞാൻ പറഞ്ഞല്ലോ, ആ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാൻ വേണ്ടി ഒരു 40,000 ഇഞ്ചക്ഷനാണ്. ആ ഇഞ്ചക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ ചുറ്റുപാടുള്ള രോഗങ്ങളൊക്കെ വന്ന് പാടും. അതൊരു റിസ്ക് ആണ്. പിന്നെയുള്ളത് എന്താണ്, ഒരു ഇഞ്ചക്ഷൻ 50,000 രൂപയാണ്. ഒരു ഇഞ്ചക്ഷൻ ആഴ്ചയിൽ ഒന്ന്, ഇങ്ങനെ നിരന്തരമായിട്ട് അടിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ അത് 6 മാസത്തിലാക്കി, 6 മാസത്തിൽ അത് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ ആള് ഫുൾ പെർഫെക്റ്റ് ആയിട്ടോ, ഒരു അസുഖവും ഇല്ല. ആ അസുഖം തന്നെ പ്രശ്നത്തിനെ മാറ്റിക്കളഞ്ഞു. ആ ശരീരത്തിൽ നിന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയേ ഇല്ല. അത് ഞാൻ പറഞ്ഞതൊറ്റ കാര്യമുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ കമ്പനിയുടെ പ്രോഡക്റ്റ് ഒറ്റ കാര്യം ചെയ്യും, നമ്മൾ രോഗികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ രോഗത്തിനെ കാണിച്ചു തരും. ഇനിയിപ്പോ ഒന്നല്ല, എന്റെ വൈഫിന് ഒരു കുഴപ്പമില്ല, പ്രൊഡക്റ്റ് കഴിച്ചപ്പോൾ പൊന്തി എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഒരാൾക്ക് ഒരു കുഴപ്പമില്ല, നമ്മൾ കവചപ്രാശി കഴിക്കുകയാണ്, ബ്ലഡ് പ്യൂരിഫയർ കഴിക്കുകയാണ്,
എന്തെങ്കിലും പ്രൊഡക്റ്റ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഉള്ളിൽ ഒരു രോഗി ഉണ്ടെങ്കിൽ ആ രോഗം കാണിച്ചു തരും. കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ആളെ തിരിച്ചു കിട്ടും. അത് എന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ മൂന്നാമത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്കൊരു മോളാണ്. ഈ ബിസിനസ്സിൽ വന്ന് എല്ലാ സമയത്തും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകില്ല. ഇവന്റെ കവചപ്രാശം ഇന്നലെ വരെ അവൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അറിയാലോ, 2018 വന്ന ഞാനാണല്ലോ. ഇപ്പൊ മോക്ക് 9 വയസ്സായി, 5-6 കൊല്ലമായിട്ട് കവചപ്രാശം അവൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ സമയം വരെ ഞാൻ അവളും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടില്ല. അത് രോഗികൾക്ക് മാത്രമല്ല, കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ട എന്നുള്ള 2-3 റിസൾട്ടാണ്. എനിക്ക് പറഞ്ഞുകൂടാ, ഞാൻ മുടി എന്താ പറയാ ഇല്ലായിരുന്നു. ഹെയർ ഓയിലും 95-ഉം അങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച് മുടി വന്ന ആളാണ്. എന്റെ പഴയ ഫോട്ടോസ് ഒക്കെ പഴയ ആൾക്കാർക്ക് കാണാം. അപ്പം ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെയാണ് എനിക്കുള്ളത് എന്റെ ജീവിതത്തിൽ. അതായത് ഈ കമ്പനി എനിക്ക് ലക്ഷങ്ങളും കോടികളും തന്നോ എന്നുള്ളതല്ല, എന്നെ ജീവിതം പഠിപ്പിച്ചു. കാരണം ഞാനിങ്ങനെ പോകുന്നുണ്ട്, എനിക്ക് എന്താ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം നല്ല രീതിയിൽ പണത്തിന്റെ വില എന്താണെന്ന് ഞാനിപ്പോ എന്റെ മകനോട് പറഞ്ഞൊരു കാര്യം, മകനെ ഒരു ഉടുപ്പിന്റെ സാധനം പോലും ലോൺ എടുക്കുക, കട എടുക്കുക ഒന്നും പാടില്ല. 10,000 രൂപ വരുമാനം ഉണ്ടോ, അതിന്റെ അന്ന് 5,000 എന്തായിക്കൊള്ളണം, സമ്പാദ്യത്തിലേക്ക് മാറ്റിക്കൊള്ളണം. 2,500 ഉറുപ്പ്യ എന്താക്കണം, നീ നിന്റെ കാര്യത്തിന് ചെലവായിക്കൊള്ളണം. 2,500 കുടുംബത്തിന് കൊടുത്തോളണം. അതായത് സമ്പാദ്യശീലം ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ അവിടുന്ന് പഠിച്ചു മനസ്സിലായി. പണത്തിന്റെ വാല്യൂ എന്താണെന്ന് ഞാൻ അവിടുന്ന് പഠിച്ചു മനസ്സിലായി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ലക്ഷങ്ങളുടെ പ്രശ്നം എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ പ്രപഞ്ചം സത്യം പറയുകയാണെങ്കിൽ ഇന്നും എനിക്ക് എന്തില്ല, ഡയറക്റ്റ് ആയിട്ട് എനിക്കിപ്പം എന്താ പറയാ, പെട്ടെന്ന് ഒരാൾ ചോദിച്ചാലുള്ള കടല ഒരു 18 ലക്ഷം കടമുണ്ട്. ഇപ്പൊ എല്ലാം കൂടെ ഒരു 18 ലക്ഷം കടമുണ്ട്. പക്ഷെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കടവുമില്ല. ഈ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ആകെ ഞാൻ ചോദിച്ചിട്ടുള്ള അമ്മോശനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഒരു 10-20 എവിടുന്ന് പലിശക്ക് കിട്ടുമെന്നുണ്ട്. അദ്ദേഹം എന്റെ അടുത്ത് ഒരു 10 ഉറുപ്പ്യ കൈ കൊണ്ട് തന്നിട്ടുണ്ട്. പക്ഷെ എമൗണ്ട് ഞാൻ പറയുന്നില്ല, ലക്ഷങ്ങൾ എനിക്ക് എന്താക്കിയിട്ടുണ്ട് അവിടെ ആവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഈ പ്രപഞ്ചം നമുക്ക് പണത്തിന് ആവശ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത്യാവശ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രപഞ്ചം എന്താക്കും, അത് നമ്മളെ കൈ കൊണ്ട് തരും. അങ്ങനെ നമ്മൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ എന്റെ കയ്യിലേക്ക് പണം ഒഴുകി വന്നിട്ടുണ്ട്. അതിന് എന്റെ ഈ ബിസിനസ്സിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, ആളെ ഞാൻ പറയുന്നില്ല, നമുക്ക് ഉപകാരം ചെയ്ത ആൾക്കാരെ ഒന്നും എന്താക്കരുത്, ഇവരോടൊന്നും ഞാൻ ചോദിച്ചിട്ടല്ല. പക്ഷെ ആ സമയത്ത് നമ്മളെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള പല ആളുകളും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഇവരൊക്കെ എന്തിനായി സഹായിക്കുന്നത്, ഞാൻ ഇവർക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. പക്ഷെ ഞാനല്ല ഈ ചോദിക്കുന്നു, എന്റെ ഉള്ളിൽ ഞാൻ എന്താ പറയാ ഇതാകുന്ന സമയത്ത് ഈ ലീഡേഴ്സിനെ ആരൊക്കെയോ അറിയിക്കുന്നുണ്ട്. ഇവരൊക്കെ എന്താക്കുന്നുണ്ട്, ഞാൻ ഓരോ ടെസ്റ്റിന് 20,000 30,000 പറഞ്ഞ ഓരോ ടെസ്റ്റ് വരുന്ന സമയത്ത് ടെസ്റ്റ് കൊടുത്ത് ഞാൻ നിൽക്കുകയാണ്. ഇത് പടച്ചോനെ, വൈകുന്നേരം ആകുമ്പോൾ അത് വാങ്ങണ്ടേ, പിറ്റേന്ന് ഡോക്ടറെ കാണിക്കണ്ടേ. പക്ഷേ ഈ സമയം വരെ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ദൈവം, നമുക്ക് എല്ലാ ആൾക്കാർക്കും ഓരോ വിശ്വാസങ്ങളാണല്ലോ, പക്ഷെ ഒരാളൊന്നല്ലേ ഉള്ളൂ, പ്രപഞ്ച ശക്തി ഒന്നല്ലേ ഉള്ളൂ, ഇതുവരെ കുഴക്കിയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചെന്താണ്, അപ്പൊ അങ്ങനെയാണ് ഈ ബിസിനസ്സിൽ എനിക്ക് ഗ്രോത്ത് വേണ്ടേ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ പോരായ്മകളുണ്ട്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് ഓരോ ആളുകളോടും പറയാം, നമുക്ക് എല്ലാ ആളുകൾക്കും ഒരുപാട് കഴിവുകളും ഉണ്ട്, പോരായ്മകളും ഒക്കെ ഉണ്ട്. നമ്മളെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലീഡേഴ്സിനെ ഒന്ന് കാണാം. അതായത് നമ്മുടെ സിസ്റ്റം ഉണ്ടല്ലോ, ഈ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ലീഡേഴ്സ് ഉണ്ട്. നമ്മുടെ ലീഡേഴ്സ് മുത്തുകളാണ്. അതായത് ഇവർക്കൊരു എക്സ്പീരിയൻസ്, ഞാൻ വന്ന വഴിയിൽ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ ചേരൂർ സാറാണെങ്കിലും ഉമ്മർ സാറാണെങ്കിലും ഇവരെ കാണുമ്പോൾ നമ്മൾ എന്താക്കും, ഇവരെ എവിടുന്നാ വന്നതെന്നേ നോക്കുള്ളൂ. ഇവർക്ക് ഈ ഇവർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാ, എന്ത് ഇതൊക്കെ നമുക്കറിയുന്നതല്ലേ. ഒരിക്കലുമില്ല. ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ലീഡർ നമ്മളോട് എന്താണോ പറയുന്നത്, നമ്മൾ എന്തോ ആയിക്കോട്ടെ, ഡോക്ടറോ വക്കീലോ ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ, ഡയറക്റ്റ് സെല്ലിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റും. 100% അത് ചെയ്തേ പറ്റും. അപ്പം ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പല ആളുകളും എന്താണ്, ഓട്ടോറിക്ഷ മതി. ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ കണ്ടിരുന്നു, ഞാൻ ഓട്ടോറിക്ഷ പോയതിനെ കൊണ്ടാട്ടോ അതൊക്കെ പറയുന്നു. ഓട്ടോറിക്ഷ മാതിരിയാണ്, നേരെ രാവിലെ തന്നെ എന്താക്കും, വണ്ടി എടുക്കും. എന്നിട്ട് വീട്ടിലും ഗേറ്റ് അങ്ങോട്ട് കിടക്കുമ്പോൾ ഇടത്തോട്ട് പോകണം വലത്തോട്ട് പോകണം, ഒറ്റ ചിന്തിക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് അറിയില്ല. രാവിലെ ഇറങ്ങും, വൈകുന്നേരം ആകുമ്പോഴേക്കും പൈസ ഉണ്ടാക്കണം. കാരണം ബോർഡില്ല. ഒന്ന് നാട്ടിലുള്ള ഇതാണെങ്കിൽ ഞാൻ പത്തോളിയാണ്, അത്തോളി സ്റ്റാൻഡിൽ കൊണ്ടുപോയിടാം. അല്ലെങ്കിൽ എന്താക്കാം, നേരെ കോഴിക്കോട് പോവുക, പോകുമ്പോ എന്താക്കും, ആരെങ്കിലൊക്കെ വിളിക്കും.
കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ എവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ലൈനിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആരാണോ വരുന്നത് എവിടേക്കാണോ പോകേണ്ടത് ഈ രീതിയിൽ നമ്മൾ പോവുക. ഇത് ഓട്ടോ ഡ്രൈവർക്ക് എന്തില്ല, ലക്ഷ്യമില്ല, അയാൾ ജീവിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ആ സമയത്ത് ഒരു ദിവസം നമ്മൾ വണ്ടി എടുത്ത് പോകുമ്പോൾ നമ്മുടെ അടുത്തേക്ക് കുറെ ആൾക്കാർ വരും, അവരെ എവിടെയാണോ ആക്കേണ്ടത് ആ പൈസ കിട്ടും. വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് എത്ര കിട്ടും എന്ത് കിട്ടും എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു ലക്ഷ്യമില്ലാത്ത ഒരു ഓട്ടാണ്. പക്ഷെ എല്ലാ ആൾക്കാരും ജീവിക്കുന്നുണ്ട്, ഞാനും ജീവിച്ചതാണ്. ആ ഒരു മേഖലയെ ഞാൻ മോശമാക്കി പറയല്ല. ലക്ഷ്യമില്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മളെ കയ്യിലേക്ക് വരേണ്ട പണം വരുത്തുന്ന ഒരു ജോലിയാണ് അത്. രണ്ടാമത്തെ ഒരു കാര്യമാണ് കൂലിപ്പണി അല്ലെങ്കിൽ മേസ്തിരിപ്പണി, ഇതുപോലുള്ള പണികൾ. ജോലി ഉണ്ടെങ്കിൽ നമുക്ക് പണിയുണ്ടാവും. ചില ആൾക്കാർ മേസ്തിരിമാർ ഓരോ വീട്ടിൽ പോകുന്ന സമയത്ത് ഇവിടെ സാധനം ഇല്ല എന്ന് പറയും, റോഡ് വന്നില്ല, പൂഴി വന്നില്ല, അല്ലെ കല്ല് വന്നില്ല, ലീവ് ആക്കുന്നുണ്ട്. ഒരുപാട് ലീവ് ആക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ? അങ്ങനെ പണി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഉറപ്പാ. അത് നമ്മൾ ആ ഡ്രസ്സ് നമ്മൾ മാറ്റി കഴിഞ്ഞ് പണി തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മൾക്ക് ഗ്യാരണ്ടിയാ. 1000 റുപ്യ, 1200 റുപ്യ, 1500 റുപ്യ, അത് കാർപ്പൻറ്റർ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ആ വരുമാനം കിട്ടും. നമ്മളെ മൈലേജിലുള്ള ആൾക്കാർക്ക് അത് പറയാൻ പറ്റൂ. പല ആളുകളും ഇന്നും ഞാൻ കേട്ടിട്ടുണ്ട്, സാറേ ജോലി ഇതൊന്നും വ്യത്യാസമില്ല സാറേ, ഇതിലെന്താ ഉണ്ടാക്കാൻ പറ്റൂ. സ്റ്റാർട്ടിങ് സമയത്ത് 2,16,000 കിട്ടുമോ? കിട്ടും. പക്ഷെ ദിവസം 1000 രൂപ വരുമാനം കിട്ടും, അതറിയില്ല. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന സമയത്താണ് ഞാൻ ബിസിനസ് ഏറ്റെടുത്തത്. ഒരൊറ്റ കാര്യം തീരുമാനിച്ചുള്ളൂ, ഒരു ആഴ്ച പോലും മുടങ്ങാതെ വരുമാനം ഉണ്ടാക്കണം. ഈ ബിസിനസ്സിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ നാട്ടുകാര്, എന്റെ കൂട്ടുകാര്, എന്റെ ബന്ധുക്കൾ, എല്ലാ ആൾക്കാരും ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട് അറിയണം. അപ്പൊ ഒറ്റ കാര്യം ചെയ്തുള്ളൂ. ഈ സിസ്റ്റം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം റീറ്റെയിലിംഗ് ആണ്. റീറ്റെയിലിംഗ് മീൻസ് കൊണ്ട് നടന്നു വെക്കാനല്ല പറയുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 പേർക്ക് നമ്മൾ എന്താക്കണം, 1000 രൂപയുടെ പ്രൊഡക്റ്റ് എങ്കിലും നമ്മൾ നമ്മളെ ബന്ധുക്കൾക്ക് കൊടുക്കണം. ഞാൻ ചെയ്ത കാര്യം കേട്ടോ പറയുന്നത്. ആദ്യത്തെ ഐഡി നമ്മൾ DTC ആവുന്നൊക്കെ റീറ്റെയിൽ ചെയ്തുകൊണ്ടൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് 100 ആളുകൾക്ക്. അവിടെ നിങ്ങൾ ഒന്നും നോക്കണ്ട, അവിടെ ഞാൻ ഒരു സംഭവമാണ് അതൊന്നുമില്ല. ഈ ബിസിനസ്സിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഈ കാര്യം ചെയ്യണം. നമ്മളെ വേണ്ടപ്പെട്ട ആളുകൾ, അത് ഞാൻ ഈ ആൾക്കാർക്ക് നിരന്തരം കൊടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഫസ്റ്റത്തെ കടമ എന്താണ്, ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു ഏറ്റവും മിനിമം ഒരു 100 ആൾക്കാർക്ക് 1000 രൂപയുടെ പ്രോഡക്റ്റ് അത് നിങ്ങൾക്ക് MRPക്ക് കൊടുക്കാം, എന്തിനു വേണോ കൊടുക്കാം. ആദ്യത്തെ ഈ ബിസിനസ്സിൽ വിജയിക്കാനുള്ള ഒരു കടമ്പ എന്ന് പറഞ്ഞാൽ 100 ആൾക്കാർക്ക് 1000 രൂപയുടെ പ്രൊഡക്റ്റ് കൊടുക്കാനാണ്. രണ്ടാമത്തെ ഒരു കടമ്പ എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമേഴ്സിൽ നിന്ന് മിനിമം ഒരു 50 റെഗുലർ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഒരു മാസം നമ്മൾ വീട്ടിലിരുന്നാലും, അതായത് ഇപ്പം ഇന്നിപ്പോ ഡിസ്ട്രിബ്യൂട്ടർ ആണ്, ഒരു STC ആവുമ്പോഴേക്കും ഈ 50 കസ്റ്റമേഴ്സ് എന്തായിരിക്കണം, നമ്മൾ അവർക്ക് പ്രൊഡക്റ്റ് കൊണ്ടു കൊടുത്തിട്ടില്ലെങ്കിലും ആ ആളുകൾ ഓൺലൈനായിട്ട് നമ്മൾ ഇന്ത്യ ഷോപ്പി വഴിയോ അല്ലെങ്കിൽ കോഴിക്കോടോ നടുവണ്ണൂരോ മഞ്ചേരിയോ കോട്ടക്കലോ എവിടെ ആയിക്കോട്ടെ ആ ഷോപ്പ് പോയിട്ട് ഒരു സാധനം വാങ്ങും. ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണ് നമ്മൾ അവിടുന്ന് ഒരു STC ആവുകയാണ്. STC ആവുമ്പോഴേക്കും മിനിമം 50-ൽ കൂടുതൽ ആൾക്കാർ, കുറയാൻ പാടില്ല, 50-ൽ കൂടുതൽ ആൾക്കാർ നമ്മളെ കെയർ ഓഫിൽ മിനിമം 1000 രൂപയുടെങ്കിലും പ്രോഡക്റ്റ് എല്ലാ മാസത്തിലും വാങ്ങിയിരിക്കണം. അതിനുശേഷം നമ്മൾ എന്താക്കണം, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 52 ആഴ്ചയാണുള്ളത്. ഈ 52 ആഴ്ചയിൽ ഈ കസ്റ്റമേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല, ഇത് ബിസിനസ് ചെയ്യേണ്ട കാര്യം ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കമ്പനിയുടെ STB വരുമാനം നിങ്ങളുടെ ടീമിൽ ചിലപ്പോൾ കുറെ ആൾക്കാർ വരുന്നുണ്ടാവും ലെഫ്റ്റും റൈറ്റും, അതൊന്നും ബാധകമല്ല. നിങ്ങളുടെ ബ്രാഞ്ച് 1-ലും ബ്രാഞ്ച് 2-ലും നിങ്ങളുടെ എഫേർട്ടും ഉണ്ട്, നിങ്ങളുടെ കസ്റ്റമേഴ്സും ഉണ്ട്. നിങ്ങൾ ഐഡിയയിൽ എന്താക്കണം, 50,000 രൂപയുടെ കച്ചവടം നടക്കും. 50,000 രൂപയുടെ കച്ചവടം എന്ന് പറഞ്ഞാൽ 37,500 BV ആണ്. അത് ലെഫ്റ്റിലും റൈറ്റിലും വന്നു കഴിഞ്ഞാൽ 18 നമ്മൾ അധ്വാനം കൊണ്ട് 2,250 റുപ്യ നമുക്ക് അക്കൗണ്ടിലേക്ക് വരും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ അധ്വാനം കൊണ്ട് ഒരു 600 രൂപ ഒരാഴ്ച വരുമാനമുണ്ട്. അങ്ങനെയാണെങ്കിൽ 52 ആഴ്ച 600 റുപ്യ വരുമാനം മുടങ്ങാതെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ലെങ്കിൽ പോലും 31,200 റുപ്യ വരുമാനം നമുക്ക് ഉണ്ടാവും. 31,200 രൂപ വരുമാനം, 31,200. അതായത് ഒരു TC
കഴിഞ്ഞിട്ടുണ്ടാവും. ആ വരുമാനം നിങ്ങൾ ഒരു 1100 നിങ്ങളുടെ ആഴ്ച വരുമാനം എന്ന് ചിന്തിക്കുക. അങ്ങനെ തുടർച്ചയായിട്ട് 52 ആഴ്ച 1200 വരുമാനം വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ATC എന്ന റാങ്കിൽ ഉണ്ടാവും. അതായത് 62,400 വരുമാനം ഉണ്ടാവും. നിങ്ങൾ ചിന്തിക്കുകയാണ് ഈ ആഴ്ച എനിക്ക് 2,400 വരുമാനം, അതായത് കസ്റ്റമർ കൂടുമ്പോൾ, കസ്റ്റമേഴ്സിന് നമ്മൾ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അവര് നമ്മളെ 1000 പ്രൊഡക്റ്റ് ഒന്നല്ല വാങ്ങുക, 95ഉം അതുപോലെ പല പ്രൊഡക്റ്റുകളും ഉണ്ട്. ഇപ്പം വന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഇവരൊക്കെ അത് വാങ്ങി ഉപയോഗിക്കില്ലേ? അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ് നമ്മളെ കഴിവോ നമുക്ക് ബിസിനസ് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, എനിക്ക് ഈ ആഴ്ച 2,400 വേണം, 52 ആഴ്ച എനിക്ക് തുടർച്ചയായിട്ട് 2,400 വേണം. നിങ്ങൾ ചിന്തിക്കുക, ഏറ്റവും ചുരുങ്ങിയത് DTC എന്ന റാങ്ക് ഉണ്ടാവും. 10 ലക്ഷം BV മാച്ച് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിനുള്ള സെയിൽസ് നമ്മൾ കൊണ്ടുവരണം. അത് എത്ര എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചോളുക. ഇതേ സമയത്ത് നിങ്ങൾ എനിക്ക് ആഴ്ച വരുമാനം 6,000 വേണം. അതായത് 600 എന്നാണ് നമ്മൾ തുടങ്ങിയത്. ആഴ്ചയിൽ 600 തുടങ്ങി, കസ്റ്റമർ കൂടി ആഴ്ചയിൽ 6,000 വേണം. അങ്ങനെ 52 ആഴ്ച ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാളില്ലെങ്കിൽ നിങ്ങൾ എഫേർട്ട് കൊണ്ട് നിങ്ങൾക്ക് ഒരു കൊല്ലം കൊണ്ട് STC ആവാൻ വേണ്ടി പറ്റും. ഇത് ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പം കൃത്യമായിട്ടും അതിന്റെ കൂടെ സിസ്റ്റം കൂടെ നമ്മളൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മുതൽ നമ്മൾ കോഴിക്കോട് കമ്പനി ഒരു GTS പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്ക് താമരശ്ശേരിയും കൊടുവള്ളിയും അങ്ങനെ പല സ്ഥലങ്ങളിലും ലീഡേഴ്സ് നടത്തുന്ന ടീം നടത്തുന്ന പ്രോഗ്രാം ഉണ്ട്. അതിൽ നമ്മൾ പങ്കെടുക്കുക. ഈ ഒരു വർഷം 52 ആഴ്ച ഉണ്ട്. ഈ 52 ആഴ്ചനെ കൊണ്ട് ഇനി 52 GTS ആണോ അല്ലെങ്കിൽ 104 GTS ആണോ, ഇത് നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ ഗ്യാരണ്ടി ആണ് ഒരു കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഇതേ പ്രോഗ്രാം നിങ്ങൾ ഒറ്റയ്ക്ക് ആ സ്റ്റേജിൽ കയറി പറയാൻ തയ്യാറാവും. കാരണം എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കും. ഇതേ GTS നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആ സ്റ്റേജിൽ കയറിയിട്ട് 1000 ആൾക്കാരെ മുമ്പെന്ന് പ്രസന്റ് ചെയ്യാനുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ആ പ്രസന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലീഡേഴ്സിന്റെ കൂടെ നിന്നിട്ട് വർക്ക്ഷോപ്പ് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഒരു തീരുമാനം എടുക്കണം, എനിക്ക് അതേപോലെ എടുക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ FSS, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ട്രെയിനിങ്, ഇങ്ങനെ ഇതുപോലുള്ള പ്രോഗ്രാമുകളൊക്കെ പങ്കെടുക്കുക. അതിന്റെ കൂടെ നിങ്ങൾ എന്താക്കുക, ലീഡേഴ്സ് പറഞ്ഞ ലിസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ഈ ബിസിനസ് ആവശ്യമുള്ള, എനിക്ക് എപ്പോഴും ലിസ്റ്റ് ഇടുന്ന സമയത്ത് എനിക്ക് ഉമ്മർ സാർ പറയുന്നതാ ഓർമ്മ വരിക. ഒരു 20 ആൾക്കാരെ ഗ്രൂപ്പ് ഉണ്ടാക്കി അവരെ മെസ്സേജ് അയച്ചു. മെസ്സേജ് നോക്കാത്ത ആൾക്കാർ ഞാൻ വിളിച്ചു. അവരെന്നിട്ട് എന്താക്കി, എന്റെ നമ്പർ സേവ് വെച്ചിട്ട് ഞാൻ എന്റെ ആത്മാർത്ഥമായിട്ട് എന്റെ മനസ്സിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ വന്നതാണ് ചെറു സാറ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു ലിസ്റ്റ് 20 ആൾക്കാരതോ 50 ആൾക്കാരതോ ഉണ്ടാക്കുക. നമ്മൾ ഈ പ്രോഗ്രാമിന് പങ്കെടുക്കണം, നിർബന്ധമാണ്. അപ്പം എന്താക്കുക, എന്തായാലും ഇവിടെ പോവുകയാണ്, ഇവിടെ വണ്ടീന്റെ ബാക്കിൽ ഒരാളും കൂടെ കയറ്റുക. 52 പ്രോഗ്രാമിൽ 52 ആൾക്കാരെ കൊണ്ടുപോവുക. അതിൽ കൂടുതൽ ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ കൊണ്ടുപോവുക. ഞാൻ ഗ്യാരണ്ടി പറയും, ഇവിടെ ഇന്ന് വിജയിച്ച ലീഡേഴ്സിനെ പോലെ നിങ്ങൾക്കും ശക്തമായിട്ടുള്ള ടീം ഉണ്ടാവാം. ഒരാളെ പോലും നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, സിസ്റ്റം ഫോളോ ചെയ്താൽ മതി. ഇതുപോലെ തന്നെ സാറേ, സമയം കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുന്നു. 7:50 2 മിനിറ്റ് കൂടെ ഉണ്ടല്ലേ? ഓക്കെ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങളാണ്. ഈ ചെയ്യാൻ അറിയുന്ന എനിക്ക് പോലും എന്താക്കിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും. ഈ ബിസിനസ് പോലും മാറി നിൽക്കേണ്ട അവസ്ഥ, ഈ ബിസിനസ്സിലെ റാങ്ക് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുക, വരുമാനം ഫോക്കസ് ചെയ്യുക, ഈ പ്രശ്നങ്ങളൊക്കെ എനിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. പക്ഷെ കസ്റ്റമർ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, എന്റെ വൈഫ് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ചുരുങ്ങി 3 ലക്ഷം റുപ്യന്റെ മുകളിൽ പ്രൊഡക്റ്റ് എന്റെ വീട്ടിലുണ്ടായിരുന്നു. സത്യം പറയാലോ, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ സാധനമില്ല. ഒരു ഹെയർ ഓയില്, അതുപോലെ ഇവിടെ കാണുന്നുണ്ടോ, ആയുഹയുടെ ഡേറ്റ് കഴിഞ്ഞു. ഒരു 10 രൂപ ആയുഹയില് 1 2 പേസ്റ്റ്, ഇതൊക്കെ എന്റെ വീട്ടിലുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ എവിടെ പോയി എനിക്ക് തന്നെ അറിയില്ല. കാരണം പണത്തിന് ആവശ്യം വന്ന സമയത്ത് ഞാനിതൊക്കെ ആക്കിക്കാ കൊടുത്തതെന്ന് അറിയില്ല, ഇതെങ്ങനെയാ വിറ്റതെന്ന് അറിയില്ല. ഇതൊക്കെ വിറ്റിക്കുന്നു ഞാൻ. സംഭവം മനസ്സിലായോ? നമ്മളെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഇപ്പൊ ഞങ്ങൾ പറയും എത്രയാണ്, ഒരു 55,000 രൂപയുടെ സ്റ്റോക്ക് മിനിമം നമ്മുടെ കയ്യിൽ വേണം.
നിങ്ങളൊരു STCയോ RTCയോ കഴിഞ്ഞാൽ വേണമെന്ന് ഞാൻ പറയില്ല. കാരണം അപ്പോഴേക്കും എന്താക്കണം, നിങ്ങളെ കസ്റ്റമേഴ്സ് ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിക്കും. ഏറ്റവും ചുരുങ്ങിയത് ഈ ബിസിനസ് തുടങ്ങുന്ന ഒരാള് മിനിമം ഒരു 55,000 രൂപയുടെ സെയിൽസ് എടുത്തിട്ട് വേണം ഈ ബിസിനസ്സിലേക്ക് വരാൻ. ഒരു പുതിയ ആൾ ഒരു 55,000 രൂപ എടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾ വരുമ്പം തന്നെ എന്താണ്, ബ്രോൺസാണ്, അല്ലേ? അപ്പം ആ രീതിയിലേക്ക് എന്താക്കണം, നമ്മൾ ബിസിനസ് ആയിട്ട് കാണാനും. പിന്നെ എനിക്ക് പറയാം, തുടർച്ചയായിട്ട് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന ഓരോ പ്രോഗ്രാമിന്റെ മെസ്സേജും നോട്ട് ചെയ്യുക. അന്ന് നിങ്ങൾക്ക് എന്തൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിലും അത് മാറ്റി വെച്ചിട്ട് അതിന് പങ്കെടുക്കുക. അത് ലീഡേഴ്സിന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. എന്നെ സ്വപ്നം കാണാൻ എന്താ പറയാ പ്രേരിപ്പിച്ചതും എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എന്നിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഗ്രാമുകളാണ് ബെന്നിസാറ് പ്രോഗ്രാം. ബെന്നിസാറ് പ്രോഗ്രാം മാതിരിയാണോ അനീസാറത്? അനീസാറും ബെന്നിസാറും പറയുന്ന രീതിയാണോ ബിജു BK സാറ് പറയുന്നത്? ഇവര് പറയുന്ന രീതിയിലാണോ ഉമ്മർ സാറ് പറയുന്നത്? പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നായിരിക്കും, പറയുന്ന കാര്യത്തിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല, ശൈലി വ്യത്യാസം ഉണ്ടാവും, ഓരോ ഐഡിയ ഉണ്ടാവും. ഞാൻ ഇപ്പൊ നിങ്ങളോട് ഇന്ന് പറഞ്ഞ കാര്യം ഞാൻ കുറച്ച് ചെയ്ത കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുമാണ്. ഇപ്പം കഴിഞ്ഞ ഈ ഒരു മെയ് മാസം അല്ലെങ്കിൽ ഏപ്രിൽ മാസം 15-ാം തീയതി മുതൽ ഞാൻ പുതിയൊരു ഐഡിയ ഓപ്പൺ ആക്കി. ഇപ്പൊ അത് ബ്രോൺസ് ആണ്. അതായത് ഞാനിപ്പോ STCയോ അല്ലെങ്കിൽ ടച്ചിങ് RTCയോ ഒന്നല്ല. ഈ ഏപ്രിൽ മുതൽ അടുത്ത ഏപ്രിൽ വരെ ഞാൻ എന്താണ്, പുതിയ ഡിസ്ട്രിബ്യൂട്ടർ. ഞാൻ ഇപ്പൊ ബ്രോൺസ് ആയിട്ടുള്ളൂ. ഈ ID അടുത്ത ഏപ്രിൽ ആകുമ്പോഴേക്കും എങ്ങനെ STC ആവാം. അപ്പൊ ഒറ്റ കാര്യം ഞാൻ ചിന്തിച്ചുള്ളൂ, പുതിയ 100 കസ്റ്റമേഴ്സിനെ ഞാൻ പുതുതായിട്ട് ആ IDയിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിൽ നിന്നും 20 ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്യും. ഈ 20 ആൾക്കാരിലൂടെ ഞാൻ ഇത്ര ലക്ഷം രൂപയുടെ സെയിൽസ് കൊണ്ടുവരണം എന്ന് ഞാൻ ടാർഗറ്റ് ചെയ്തു. ഇതാണ് ഞാൻ ഇപ്പം ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ മൂന്ന് വർഷം എനിക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. ഞാൻ ചെറുസാട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിക്കുക. ചില സമയത്ത് നമ്മൾ എന്താവും, ചെടി വളരുന്നത് പോലെ വളരും. നമ്മൾ ഒരു ചെടി വളരുന്നത് പോലെ വളരും. എന്നാൽ ഒരു മരം വളരുമ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും. ചെടി വളരുന്ന വേഗതയിലായിരിക്കൂല ഒരു മരം വളരുന്നത്. മരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ GTSന് പങ്കെടുക്കുന്നില്ല, FSSന് പങ്കെടുക്കുന്നില്ല, ഇതുപോലുള്ള പ്രോഗ്രാം ഒന്നും പങ്കെടുക്കുന്നില്ല, നിങ്ങൾ റാങ്ക് കയറി പോകുന്നുണ്ടാവും. പക്ഷേ GTSന് പങ്കെടുക്കുന്നുണ്ടാവും, എല്ലാ ട്രെയിനിങ്ങിനും പങ്കെടുക്കുന്നുണ്ടാവും, ലീഡേഴ്സ് പറഞ്ഞ രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ചിലപ്പം ഗ്രോത്ത് കുറച്ച് കുറവായിരിക്കും, പക്ഷേ വേരോട്ടം ഉണ്ടാവും. ഈ ബിസിനസിനെ കുറിച്ചിട്ടും ഇതിന്റെ സിസ്റ്റത്തിനെ കുറിച്ചിട്ടും ലീഡേഴ്സിനെ ഞാൻ എങ്ങനെ ഒരു ലീഡർ ആയിരിക്കണം, ഞാൻ ബിസിനസിന്റെ പ്ലാനിനെ കുറിച്ച് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് എങ്ങനെ അറിവുണ്ടായിരിക്കണം. അതായത് ഇദ്ദേഹം കറക്റ്റായിട്ട് വേരോടിയിട്ട് വളരുന്നുണ്ടാവും. മരം കൃത്യമായിട്ട് സമയമെടുത്തായിരിക്കും വളരുന്നത്, പക്ഷേ പല വൃക്ഷങ്ങൾ തരുമ്പോ അത് ആ രീതിയിലായിരിക്കും. ഫലം തരുമ്പോ ചെടീനെ പോലെയല്ല മരം തരുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ ഒരു മരമാണ്. ഈ 2021 ഞാൻ തുടങ്ങി, ഇന്ന് 2020 നിൽക്കുമ്പോ RTCയിലേക്ക് ഞാൻ കയറാൻ പോകുന്നതെങ്കിൽ 2030 വരുന്ന സമയത്ത് ഇന്ന് ഏതൊക്കെ ലീഡർ എവിടെയൊക്കെ ഉണ്ടോ ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും. കാരണം എന്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാനൊരു മരമാണ്. ഒരിക്കലും പേമാരി വന്നാലും ഇനി സുനാമി വന്നാലും ഇനി എന്തൊക്കെ വന്നു കഴിഞ്ഞാലും വേരോട്ട് ഓടിയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു പടുവൃക്ഷമായിട്ടല്ല, നല്ല കാമ്പുള്ള നിലങ്ങൾക്കും മറ്റുള്ളവർക്കും ഫലം നൽകുന്ന രീതിയിലുള്ള ഒരു മരമായിട്ട് വളരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലീഡേഴ്സ് പറയുന്ന ഓരോ വാക്കുകളും അവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി നിരന്തരം നമ്മുടെ നെക്സസ് പ്രോഗ്രാം വരികയാണ്. നിങ്ങൾ എല്ലാ ആളുകളും ഇന്ന് തന്നെ അതിനുള്ള പേയ്മെന്റ് കൊടുക്കണം. അതോടൊപ്പം തന്നെ മെയ് 4-നാണ് എനിക്ക് തോന്നുന്നത് ഒരു പ്രോഗ്രാം വരുന്നുണ്ടല്ലോ, എന്താ പറയാ, FSS തന്നെ അല്ലേ? അത് നിങ്ങൾക്ക് കോമൺ ആയിട്ടുണ്ടാവും. മെയ് 4 ഉണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലുള്ള പ്രോഗ്രാമിലൊക്കെ ഇന്നേ ബുക്ക് ചെയ്തോളുക. കാരണം എന്നാൽ തന്നെ അവിടെ ബെന്നിസാർ ഒരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റൊന്നും കിട്ടാനുണ്ടാവില്ല. ഇത് കമ്പനി പ്രോഗ്രാമാണ് നെക്സസ്. ഈ നെക്സസിന് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളെ പേയ്മെന്റ് കൊടുക്കുക, പങ്കെടുക്കുക.
എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമയം കഴിഞ്ഞ് 2 മിനിറ്റ് ജാസ്തി ആയിട്ടുണ്ട്. എല്ലാ ആൾക്കാരോടും എന്റെ പേര് ജിജീഷ്, കോഴിക്കോട് അത്തോളിയാണ് സ്വദേശം. നിലവിലൊരു പിക്കപ്പ് ഡ്രൈവറായിരുന്നു. ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കോടീശ്വരനാണ്. എനിക്ക് 100% ഉറപ്പാണ് എന്റെ അക്കൗണ്ടിലേക്കും മാസം 1 കോടിക്ക് മുകളിൽ വരുമാനം വരും. പക്ഷെ അത് വരുന്നത് വരെ, അല്ല, ഞാൻ തുടങ്ങിയത്, എന്റെ ഐഡിയ തുറന്നു നോക്കിയപ്പം 0 ആണ്. അതിനകത്ത് 1500 BV, അതായത് 750 ആണ് ആദ്യം മാച്ച് ചെയ്തത്. ഇന്ന് ഒരു ഭാഗത്ത് 3 കോടിയും മറ്റൊരു ഭാഗത്ത് 68 ലക്ഷവും ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇത് ഗ്യാരണ്ടി ആണ്, എനിക്ക് ഗ്യാരണ്ടി ആണ്. ഇത് 10 കോടി 10 കോടി ആവും, 35 കോടി 35 കോടി ആവും, 75 കോടി 75 കോടി ആവും, 150 കോടി 150 കോടി ആവും, 4 ലെഗുകളിൽ 5 കോടി, അങ്ങനെ കയറി കയറി പോവും. അത് എനിക്ക് ഗ്യാരണ്ടി ആണ്. അപ്പൊ എന്റെ കൂടെ ആരൊക്കെ വരും എന്നുള്ളതോ, ആരൊക്കെ എന്റെ കൂടെ നിൽക്കും എന്നുള്ളതോ, എന്റെ ടീമിൽ ആരൊക്കെ ലീഡേഴ്സ് ആവും എന്നുള്ളതോ ഒക്കെ ഈ പ്രപഞ്ചം തീരുമാനിക്കും. കാരണം ഞാൻ ഇവിടെ ഉണ്ടാവും എന്നൊരു തീരുമാനം ഞാൻ ഈ ബിസിനസ് തുടങ്ങിയപ്പോൾ എടുത്തതാണ്. അതുപോലെ നിങ്ങൾ ഓരോ ആളുകളും തീരുമാനിക്കുക, ഇന്ന് തീരുമാനിക്കുക നിങ്ങൾ എവിടേക്കാണ് പോണത്. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഈ ഒരു ബിസിനസ് വിട്ടുപോകില്ല. ഇതിന്റെ വിജയം കണ്ടിട്ടേ ഞാൻ മുമ്പോട്ട് പോകുള്ളൂ എന്നൊരു തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും വിജയിക്കാൻ വേണ്ടി സാധിക്കും.